الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله، وبعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واخفض جناحك لمن اتبعك من المؤمنين. صدق الله العظيم. ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفة. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുതഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സത്യവിശ്വാസിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രധാന ഘടകമാണ് വിനയമെന്ന് പറയുന്നത്. വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകമാണ് വിനയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഉത്തമവും ഉദാത്തവുമായ നിർമ്മിതിക്കും അനിവാര്യമായ ഘടകമാണ് വിനയമെന്ന് പറയുന്നത്. നല്ല വിനയത്തോടു കൂടി ജീവിക്കണം. എന്നിരുന്നാൽ മാത്രമേ വിജയങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് വിനയമെന്ന് പറയുന്നത്. പൂർവസൂരികളായ മഹത്തുക്കളത്രയും വിനയം കൊണ്ട് വിജയിച്ചവരാണ്. അഹങ്കരിച്ച് നടത്തുന്നവൻ സ്വന്തം മനസ്സിൽ അവൻ വലിയ ഉയർന്നവനാണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ അവൻ വളരെയധികം താഴ്ന്നവനായിരിക്കും. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മുസ്ലിമിനെ കുറിച്ച് അവൻ വലിയവനാണെന്ന് വിചാരിക്കുക. അതുപോലെ അവനെക്കാളും വളരെയധികം താഴെത്തട്ടിലുള്ളവനാണ് ഞാനെന്നും കരുതുക. അവിടെയാണ് വിനയം കിടക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നില്ലേ പൂർവസൂരികളായ മഹത്തുക്കൾ അത്രയും ജീവിച്ചത്? വലിയ വിനയവാനായിരുന്നു അവരെല്ലാം. ആരൊരാളെ കണ്ടാലും തങ്ങൾക്ക് എത്ര ഇൽമുണ്ടെങ്കിലും, തങ്ങൾ എത്ര ഉയർച്ചയിലാണെങ്കിൽ പോലും അവർ വിനയത്തോടെ ജീവിച്ചത് കൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തങ്ങളുടെ ജീവിതത്തിലുടനീളവും വിജയമായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ബീവിയോട് ചോദിച്ചു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ ബീവി പറയുകയാണ്, കാന യഖീതു സൗബുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം അലക്കാറുണ്ട്. വയഖ്സിഫു നഅലഹു, അവിടുന്ന് ചെരുപ്പ് ശരിയാക്കാറുണ്ട്. എന്നിട്ട് ആയിഷ ബീവി പറയുന്നത്, വകാന യഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം. പുരുഷന്മാർ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാറുണ്ടോ അതെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളും ഒട്ടേറെ കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടായിട്ട് പോലും അവിടുന്ന് വീട്ടിലെ ജോലികൾ പോലും ചെയ്യുമായിരുന്നു. അവിടെയാണ് ഉത്തരാധുനിക കാലത്തെ ആളുകളുടെ ജീവിതത്തെ നാം വീക്ഷിക്കേണ്ടത്. വിനയമില്ലാതെ തങ്ങൾക്ക് അല്പം പണം കിട്ടുമ്പോൾ അവർ വലിയ ആളുകളായി ജടിക്കുന്നു. അവർ വിനയവാനാകുന്നില്ല, അവരതിന് മറന്നു പോവുകയാണ്. വിനയമുള്ളവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാൻ കാരണം അവൻ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി നിസ്കരിക്കുന്നത് കൊണ്ടാണ്. സൃഷ്ടാവിനെ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം വിനയത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ യാഥാർത്ഥ്യ മനുഷ്യനാകുന്നത്. ഒരാൾ താഴ്മയുള്ളവൻ എപ്പോഴാണ് ആകുക എന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറയുന്നത്, സ്വന്തം നഫ്സിൽ സ്ഥാനവും പദവിയും കൽപ്പിക്കാതിരിക്കുമ്പോഴാണ്
വലിയ വലിയ സ്ഥാനങ്ങളും ഉന്നമതിയും കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആധുനിക കാലത്തെ മനുഷ്യരില്ലേ, അവരെങ്ങനെയാണ് വിജയിക്കുക? താൻ വളരെയധികം താഴ്മയുള്ളവനായിക്കൊണ്ട് ജീവിക്കുമ്പോഴല്ലേ മനുഷ്യന് വിജയം കൈവരിക്കാനാകുന്നത്. വിനയത്തിൻ്റെ 3 അടിസ്ഥാന കാര്യങ്ങളെന്ന് പറയുന്നത്, ആദ്യത്തേതായി പറയുന്നത് കാണുന്നവരോട് സലാം പറയുക. ഒരുപക്ഷെ അദ്ദേഹം ഒട്ടേറെ വലിയവനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം താഴ്ന്ന കുടുംബത്തിലെ പാവപ്പെട്ടവനായിരിക്കാം. എന്നിരുന്നാൽ പോലും അവിടെ വിവേചനമല്ല കാണിക്കേണ്ടത്. തന്നെക്കാളും എത്ര താഴെത്തട്ടിലുള്ള ആളാണെങ്കിൽ പോലും അവരോട് കാണിക്കേണ്ട വിനയമാണ് അവിടെ പ്രധാനമാകുന്നത്. അങ്ങനെയല്ലേ പൂർവസൂരികളായ മഹത്തുക്കൾ അത്രയും ജീവിച്ചത്. മനുഷ്യൻ എന്തിനാണ് വിനയവാനല്ലാതെ ജീവിക്കുന്നത്? ഒരു ചെറിയ ബീജത്തിൽ നിന്നല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്നിട്ടും മനുഷ്യൻ അഹങ്കാരം നടിച്ചുകൊണ്ട് ജീവിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കാഷ്ടം, വിയർപ്പ് അതെല്ലാം വെറുക്കപ്പെടുന്നതല്ലേ. പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്? ഒരസുഖം വന്നാൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതോടെ മനുഷ്യൻ്റെ കാര്യം തീർന്നു. എന്നിട്ട് പോലും ആധുനിക ലോകത്തെ മനുഷ്യർ വിനയമില്ലാതെ ജീവിക്കുകയല്ലേ. കഴിഞ്ഞുപോയ പൂർവസൂരികളായ മഹത്തുക്കളുടെ ജീവിതത്തിലേക്ക് അവർ നോക്കുന്നില്ല. വിജയം കൈവരിക്കാൻ ആവശ്യമായ കാര്യം അതല്ലേ. ഇക്കഴിഞ്ഞ കാലയളവിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി മുസ്ലിയാർ, താജുശ്ശേരി ആലിക്കുഞ്ഞി മുസ്ലിയാർ, അവരോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചു തരാൻ പറയുന്നു. വളരെയധികം ചെറുപ്പത്തിൽ തന്നെ മുത്തനബി തങ്ങളെ സ്വപ്നം കണ്ട ആളാണ് ആലിക്കുഞ്ഞി മുസ്ലിയാർ. എന്നിട്ട് ആലിക്കുഞ്ഞി മുസ്ലിയാർ അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ എൻ്റെ മുഖം കരിഞ്ഞു പോകില്ലേ. ഈ ആലിക്കുഞ്ഞിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് വിനയമെന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം അത് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം വിനയത്തോടെ അന്യമതസ്ഥനുള്ളവരാണെങ്കിൽ പോലും, എത്ര ഉയർന്നവരാണെങ്കിൽ പോലും അവരോട് വിനയത്തോടെ ആയിരുന്നു അവിടുന്ന് പെരുമാറുക. ബഹുമാനപ്പെട്ട സിയാദുൻ നബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, വിനയമില്ലാത്ത ത്യാഗം ഫലമില്ലാത്ത വൃക്ഷം പോലെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വിനയത്തോടെ ജീവിക്കണം. ഒട്ടേറെ പണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ നമുക്ക് കീഴിൽ വരുമ്പോൾ വിനയമില്ലാതെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ അഹങ്കാരം നടിക്കുന്ന മനുഷ്യരാണ് നമുക്ക് മുമ്പിലുള്ളത്. എത്ര അറിവുണ്ടെങ്കിലും, നമ്മൾ എത്ര പ്രമാണിയാണെങ്കിൽ പോലും വളരെയധികം താഴ്മയോടെയാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ മാത്രമേ വലിയ സ്ഥാനങ്ങളിൽ അല്ലാഹു നമ്മെ എത്തിക്കുകയുള്ളൂ. കുഷ്ഠരോഗികൾക്കൊപ്പം ഇരുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അതവിടുത്തെ വളരെയധികം വിനയത്തിൻ്റെ രൂപം മാത്രമാണ്. മനുഷ്യർക്ക് ഉയർച്ചയും താഴ്ചയും നൽകുന്നവൻ റബ്ബല്ലേ. വിനയമില്ലാത്തപ്പോഴാണ് മനുഷ്യൻ താൻ അല്പം വലിയവനാണെന്ന് കരുതുന്നത്. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻക്ക് പറഞ്ഞു കൊടുക്കുന്ന 10 കാര്യങ്ങളൊന്നിനെ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ. മകനെ, ജനങ്ങളിൽ നിന്നും നീ മുഖം തിരിച്ചു കളയരുത്. അഹന്തത കാണിച്ചവർക്കിടയിലൂടെ നീ നടക്കരുമരുത്. വലിയ അഹങ്കാരത്തോടു കൂടി ജനങ്ങളുടെ അടുക്കലൂടെ നടക്കരുതെന്നാണ് ലുഖ്മാൻ നബി അലൈഹി സ്വലാം മകന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് വിനയത്തിൻ്റെ പൂർണ്ണ രൂപമെന്ന് പറയുന്നത്. എത്ര ഉയർന്നു കഴിഞ്ഞാൽ പോലും വളരെയധികം താഴ്മയോടും ലളിതത്തോടു കൂടിയും ജീവിക്കുക. അങ്ങനെയായിരുന്നു നമ്മുടെ മഹത്തുക്കളുടെ ജീവിതവും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ സരണി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് വലിയ വിജയം കരസ്ഥമാനാകും. സൃഷ്ടിയും അവൻ്റെ കൽപ്പനകളെയും പൂർണ്ണമായും സ്വീകരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായി വിനയം ഉൾക്കൊള്ളുന്നത്. അവൻ ജീവിതത്തിൽ മൂർത്തിഭാഗവും വിനയം പ്രാപിക്കാൻ കഴിയുന്നത് ആ സാഹചര്യത്തിലാണ്.
അത്തരത്തിൽ വലിയ വിനയം കാണിച്ച് ഈ ചെറുകാലയളവിലുള്ള ദുനിയാവിൽ നിന്നും നല്ല രീതിയിൽ മരിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറാനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നാളത്തെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മ ഒരുമിച്ച് കൂറുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.